ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 4 ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് എടുക്കുന്നത് സൂപ്പർ സ്കേലാർ പ്രോസസ്സേഴ്സ് ആണ്. സൂപ്പർ സ്കേലാർ പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റലിൻ്റെ ഒക്കെ ഫസ്റ്റ് സൂപ്പർ സ്കേലാർ പ്രോസസ്സറാണ് പെൻറ്റിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഫസ്റ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ x86, നമ്മളെ 8086, അതുപോലെ തന്നെ മറ്റ് പ്രോസസ്സേഴ്സ് ഉണ്ട്. നമ്മൾ എക്സ് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അപ്പോൾ എക്സ് നമുക്ക് ഏത് പ്രോസസ്സർ വേണമെങ്കിലും വരാം. അപ്പോൾ ഇൻറ്റലിൻ്റെ ഫസ്റ്റ് സൂപ്പർ സ്കേലാർ പ്രോസസ്സറാണ് പെൻറ്റിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ അതല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡയഗ്രാം വരയ്ക്കുക. ഇതിൻ്റെ അടിയിൽ കാണാൻ ഡാറ്റ ക്യാഷ് എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് പേജിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. ദെൻ ദർ ആർ 2 ഇൻറ്റിജർ എക്സിക്യൂഷൻ യൂണിറ്റ്. ആ ഡയഗ്രത്തിൽ 2 ഇൻറ്റിജർ എക്സിക്യൂഷൻ യൂണിറ്റുകളുണ്ട്. 2 ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി ഇൻ എക്സിക്യൂഷൻ അറ്റ് എനി ടൈം. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാം? 2 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാം. It's implicit that 2 integer instructions are also to be fetched and decoded in parallel. അതായത് 2 ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈമിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ഒന്നിനെ ഫെച്ച് ചെയ്യുമ്പോൾ സമയത്ത് അടുത്ത ഡീകോഡ് ചെയ്യും. അങ്ങനെ ആ ഒരു പ്രൊസീജിയറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ മൾട്ടിപ്പിൾ എക്സിക്യൂഷൻ യൂണിറ്റ് എന്താണ്? Programmers are normally written with code lines in order such that a sequential order execution is expected. നമ്മൾ പ്രോഗ്രാമേഴ്സ് ഒക്കെ എന്താണ് നോർമലി കോഡൊക്കെ റിട്ടേൺ ചെയ്യുന്നത് സീക്വൻഷ്യൽ ഓർഡറിലാണ്. ഓക്കെ, സോ നമ്മളെന്താണ് അവിടെ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഓഫ് എക്സിക്യൂഷനാണ് എന്ത് ചെയ്യുന്നത്? അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നോർമലി ഫെച്ചിങ് ഡീകോഡിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി എ കോമൺ സെക്ഷൻ ഓഫ് പൈപ്പ് ലൈൻ. നമുക്കറിയാം പൈപ്പ് ലൈനിങ് ഓൾറെഡി പറഞ്ഞതാണ്. പൈപ്പ് ലൈനിങ്ങിൽ എന്താണ് ഫെച്ചിങ് ഡീകോഡിങ് ഈ ഒരു പ്രോസസ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാമേഴ്സ് എന്താണ് കോഡ് റിട്ടേൺ ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനാണ് വിചാരിക്കുന്നത് പൈപ്പ് ലൈൻ രീതിയിൽ. ദാറ്റ് ഈസ് ഫെച്ചിങ് ആൻഡ് ഡീകോഡിങ് നീഡ് നോട്ട് ബി ഡൺ ടു ഫിസിക്കലി സെപ്പറേറ്റ് പൈപ്പ് ലൈൻസ്. അതായത് ഫെച്ചിങ്ങിനും ഡീകോഡിങ്ങിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇത് വേണ്ട. അതായത് അറ്റായിട്ട് ഒരു പൈപ്പ് ലൈനിങ്ങിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫെച്ചിങ്ങും ഡീകോഡിങ്ങും ഒക്കെ നടത്താം. ദ 2 ഇൻസ്ട്രക്ഷൻസ് ഫെച്ച്ഡ് ആൻഡ് ഡീകോഡഡ് ഇൻ ഈച്ച് സൈക്കിൾ. ഓരോ സൈക്കിളിലും എന്താണ്? 2 ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അറ്റ് എ ടൈമിൽ ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ആഫ്റ്റർ ദ ഡീകോഡഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സെൻഡ് ടു സെപ്പറേറ്റ് എക്സിക്യൂഷൻ യൂണിറ്റ്. എന്നിട്ട് എന്താണ്? അത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഡീകോഡഡ് ഇൻസ്ട്രക്ഷൻസ് ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ഒരു എക്സിക്യൂഷൻ യൂണിറ്റിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷനാണ്. ദെൻ ദിസ് ഈസ് ദ മോസ്റ്റ് ലോജിക്കൽ മെത്തേഡ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് സൂപ്പർ സ്കേലാർ ആർക്കിടെക്ചർ. അതായത് എന്താണ് ലോജിക്കൽ മെത്തേഡ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് സൂപ്പർ സ്കേലാർ ആർക്കിടെക്ചർ. ഓക്കെ, ദെൻ മൾട്ടി കോർ പ്രോസസ്സിംഗ് ആണ് വരുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടി പ്രോസസ്സിംഗ് വെൻ എക്സ്റ്റെൻഡഡ് ടു ഇൻക്ലൂഡ് മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇവിടെ എന്താണ്? ഒന്നിൽ കൂടുതൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. മൾട്ടി കോർ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സിംഗ്. നെയ്മിലി കമ്പ്യൂട്ടിംഗ് കോഴ്സ് ഓൺ ദ സെയിം ചിപ്പ് ഈസ് നോൺ ആസ് മൾട്ടി കോർ. ഒരു ചിപ്പിൽ തന്നെ മൾട്ടിപ്പിൾ കോർസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ മൾട്ടി കോർ എന്ന് പറയുന്നത്. നമ്മൾ കോർ i3, കോർ 5, i5 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിസ്റ്റത്തിലൊക്കെ അങ്ങനെ കാണാറുണ്ട്, അങ്ങനെ ഒരു ലാബിൽ ഒട്ടിച്ചിട്ട്. അപ്പോൾ അതാണ് ആ കോർ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. ദിസ് ചിപ്പ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ചിപ്പ് മൾട്ടി പ്രോസസ്സിംഗ്. ദെൻ ഇറ്റ്സ് എ കേസ് ഓഫ് മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ ദ സെയിം പാക്കേജ്. അതായത് ഒരു പാക്കേജിൽ തന്നെ മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. ഇവിടെ നോക്കുന്നത് സിംഗിൾ കോർ ചിപ്പിൻ്റെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് അറ്റ് എ ടൈമിൽ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിംഗ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. രജിസ്റ്റർ ഫയലുണ്ട്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്, ദെൻ സിസ്റ്റം ബസ്സും ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഒറ്റൊരു ചിപ്പിൽ എന്താണ്? ഒന്നിൽ കൂടുതൽ കോറുണ്ട് അല്ലേ? ഫസ്റ്റത്തെ നോക്കൂ, ALU, ദെൻ രജിസ്റ്റർ ഫയൽസ്, ഇതൊക്കെ ഒന്നിൽ കൂടുതൽ എന്തിലുണ്ട്? മൾട്ടി കോർ ചിപ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കെന്താ ഫാസ്റ്ററായിട്ട് ഇൻസ്ട്രക്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തിന്? മൾട്ടി കോർ ആവുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും.
ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് മേജർ ഇഷ്യൂസ് ഇൻ മൾട്ടി കോർ പ്രോസസ്സിംഗ്. ഇതിലും എന്താണ് ചില ഇഷ്യൂസ് മൾട്ടി കോർ പ്രോസസ്സിങ്ങിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? interconnects multiple cores and shared resources such as memory buses and outputs. Interconnection between cores is a big issue. അതായത് എന്താണ്, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ മൾട്ടി കോർ പ്രോസസ്സിംഗ് ഒരുപാട് മെമ്മറി അതുപോലെ തന്നെ അവരുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ദെൻ ഇൻ്റർകണക്ഷൻ ബിറ്റ്വീൻ കോർ ഈസ് എ ബിഗ് ഇഷ്യൂ. അതായത് കോറുകൾ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ എന്താണ്, ഒരു ബിഗ് ഇഷ്യൂ ആണ്. ദെൻ ബസ് കണ്ടൻഷൻ ആൻഡ് ഇൻ്റർ പ്രോസസർ കമ്മ്യൂണിക്കേഷൻ ആർ ദ കീ പ്രോബ്ലംസ്. അതായത് പ്രോസസ്സർ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻസ് എന്താണ്, ഒരു പ്രോബ്ലമാണ് ഇൻ എനി മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റംസ്. അതായത് ദീസ് ഡിഫറെൻറ്റ് ഇൻ്റർ കണക്ഷൻ ടോപ്പോളജീസ്, അതായത് ഡിഫറെൻറ്റ് ഇൻ്റർ കണക്ഷൻ ടോപ്പോളജീസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് പ്രോസസ്സേഴ്സ് എങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പ്രോസസ്സേഴ്സ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ള കണക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് മെഷ്, ബസ്, ദെൻ റിങ്, മെഷ്, ക്രോസ് ബാർ. അപ്പോൾ ഓരോന്നിൻ്റെ ഡയഗ്രാം നോക്കൂ. ബസ്സിൻ്റെ നോക്കൂ. ഈ PP എന്ന് പറയുന്നത് പ്രോസസ്സേഴ്സാണ്, മൾട്ടി കോർ പ്രോസസ്സേഴ്സാണ്. ദെൻ ബസ്സിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഡയഗ്രാം വരുന്നത്, അതിൻ്റെ കണക്ഷൻ രീതി. റിങ്ങിൽ എന്താണ്, ഒരു റിങ് ഷേപ്പാണ് അതിൻ്റെ കണക്ട് ചെയ്യുക, എല്ലാ പ്രോസസ്സേഴ്സിനെ കണക്ട് ചെയ്യാനൊരു റിങ് ടൈപ്പിലുള്ള ഒരു കണക്ഷൻ രീതിയാണ് ഉള്ളത്. അപ്പോൾ എന്താ, ചിലപ്പോൾ ആ ഒരു ബസ് ഫെയിലായി കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സ് എന്ത് ചെയ്യുക, നമുക്ക് ഫെയിലായി പോകാൻ സാധ്യതയുണ്ട്. ദെൻ മെഷിൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ദെൻ ക്രോസ് ബാറിൽ ദേ ലാസ്റ്റ് വൺ ഫിഗർ ഇതേ രീതിയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുക. അടുത്തത് ക്യാഷസ് ആൻഡ് ക്യാഷ് കൊഹറൻസ്. ഇറ്റ്സ് എ കൺസേൺ ഇൻ എ മൾട്ടി കോർ എൻവയോൺമെൻറ്റ് ബിക്കോസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രൈവറ്റ് ക്യാഷ്. അതായത് നമ്മുടെ ഇഷ്യൂസാണ് ഈ പറയുന്നത്. എന്താണ്, ഇറ്റ്സ് എ കൺസേൺ ഇൻ എ മൾട്ടി കോർ എൻവയോൺമെൻറ്റ് ബിക്കോസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രൈവറ്റ് ക്യാഷ്. അതായത് അവർ ക്യാഷൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ സ്റ്റോറേജിനും മറ്റ് പർപ്പസിനൊക്കെ വേണ്ടി ക്യാഷൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അവർ ചെയ്യുന്നത്. ദ ക്യാഷ് മെമ്മറി ആൻഡ് മെയിൻ മെമ്മറി ഷെയർഡ് ആൻഡ് കോമൺ ടു ബോത്ത് കോഴ്സ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ മെമ്മറിയും അതുപോലെ തന്നെ ക്യാഷ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു ക്യാഷ് കൊഹറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തതാണ് സ്നൂപ്പിംഗ് പ്രോട്ടോക്കോൾ. ഇൻ ദിസ് പ്രോട്ടോക്കോൾ ക്യാൻ കോഡ് സ്നൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ചസ് കണ്ടിന്യൂസ്ലി എന്നാണ്. ഓൺ ദ റൈറ്റ്സ് ഓർ റീഡ് occurring on the data address that have been cached. This assumes a bus structure where bus activity can be observed by all cores. Once an intention of writing private cache is observed, the other caches either invalidate or update their private copies of this location. ഈ സ്നൂപ്പിംഗ് പ്രോട്ടോക്കോളിൽ എന്താണ്, ഈ ഡാറ്റ അഡ്രസ് ബസ്സിലേക്ക് അല്ലെങ്കിൽ ഡാറ്റ അഡ്രസ്സിലേക്ക് അവർ ഈ ക്യാഷസൊക്കെ ഡാറ്റ റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ ഒക്കെ എന്താണ്, ഓരോ ടൈമിലും എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദിസ് അസ്യൂംസ് എ ബസ് സ്ട്രക്ചർ വേർ ബസ് ആക്ടിവിറ്റി ക്യാൻ ബി ഒബ്സർവ്ഡ് ബൈ ഓൾ കോഴ്സ്. അപ്പോൾ ആ ബസ്സിൻ്റെ ആക്ഷൻ എന്ത് ചെയ്യണം, ബസ്സിലൂടെയൊക്കെയല്ലേ നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സർ എല്ലാ സമയത്തും അല്ലെങ്കിൽ കോറ് എല്ലാ സമയത്തും എന്ത് ചെയ്ത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൺ ആൻഡ് ഇൻറ്റൻഷൻ ഓഫ് റൈറ്റിംഗ് പ്രൈവറ്റ് ക്യാഷ് ഈസ് ഒബ്സർവ്ഡ്. സപ്പോസ് ഒരു ക്യാഷ് നമ്മളിപ്പോൾ എന്തെങ്കിലും റൈറ്റിംഗ് ഓപ്പറേഷൻസ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള ക്യാഷസ് ഏതർ ഇൻവാലിഡേറ്റ് ഓർ അപ്ഡേറ്റ് ദെയർ പ്രൈവറ്റ് കോപ്പീസ്. ആ സമയത്ത് എന്താണ്, മറ്റുള്ള ക്യാഷസൊക്കെ എന്ത് ചെയ്യും, അവരുടെ ഡാറ്റ അല്ലെങ്കിൽ പ്രൈവറ്റ് കോപ്പീസൊക്കെ അവരെന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇൻവാലിഡേറ്റ് ചെയ്യും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അവർ ചെയ്യുക. അടുത്തത് ഡയറക്ടറി ബേസ്ഡ് കൺട്രോൾ. എന്താണ്, ദി സ്കീം ഈസ് സ്കെയിലബിൾ ടു മെനി cores or processors and it's generally used for largest system. Directly based control protocol നമ്മൾ കോഴ്സൊക്കെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഡയറക്ടറി ബേസ്ഡ് കൺട്രോൾ. അതായത് ഇവിടെ ഒരു ഡയറക്ടറി ഉണ്ടായിരിക്കും, എന്തിനു വേണ്ടിയിട്ടാണ്, എല്ലാ ഇൻഫോർമേഷൻസ്
മെമ്മറീനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ലൊക്കേഷൻസ് അതുപോലെയുള്ള എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡയറക്ടറി ഉണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ക്യാഷസിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ആൻഡ് വിച്ച് ആർ യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ബൈ വൺ കോർ ക്യാഷ്. ദെൻ എന്ത് ചെയ്യും, അവർ ഓരോ കോറിലേക്കും അതെന്ത് ചെയ്യും, പാസ് ചെയ്യും. എന്തൊക്കെയാണ് ഡാറ്റ എന്നുള്ളത് ആ ഒരു ഡയറക്ടറിയിൽ നിന്നാണ് ഓരോ ക്യാഷിലേക്കും കിട്ടുന്നത്. ഓപ്പറേഷൻ മോഡ്സ് ഇൻ 8255 PPI. PPI മീൻസ് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് മോഡ് 0 ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡാണിത്. നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിംപ്ലസ്റ്റ് മോഡാണ് മോഡ് 0 എന്ന് പറയുന്നത്. ഇതിലെന്താണ്, 2 8-bit പോർട്സ് ഉണ്ട്, എയും ബിയും. ഓക്കെ, ആൻഡ് ദ 4-bit പോർട്സ് ഉണ്ട്, പോർട്ട് സി അപ്പർ ആൻഡ് പോർട്ട് സി ലോവറും ഉണ്ട്. അത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് is simply taken from an input port. ഒരു ഇൻപുട്ട് പോർട്ടിൽ നിന്ന് നമുക്ക് ഡാറ്റ സിമ്പിളായിട്ട് എടുക്കാം. ഓർ ഗിവൺ ടു ആൻ ഔട്ട്പുട്ട് പോർട്ടിലേക്ക് അത് കൊടുക്കുകയും ചെയ്യാം. അതാണ് മോഡ് 0യിൽ ചെയ്യുന്നത്. ദെൻ മോഡ് 1ൽ എന്താ ചെയ്യുന്നത്, മോഡ് 1 എന്ന് പറയുന്നത് സ്ട്രോബ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡാണ്. ഇതെന്ന് പറയുന്നത് ഹാൻഡ് ഷേക്കിംഗ് മോഡാണ്. ഹാൻഡ് ഷേക്ക് ഇംപ്ലൈസ് ദാറ്റ് ദ ഡാറ്റ ട്രാൻസ്ഫർ ഇൻ വിച്ച് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ്, അതായത് ഡിവൈസസ് തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ഡാറ്റ ഒന്നിൽ നിന്ന് മറ്റൊരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത് അല്ലേ. അതിനെയാണ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് റിക്വസ്റ്റ് ആൻഡ് അക്നോളജ് കൺട്രോൾ സിഗ്നൽ വിത്ത് ഈച്ച് അതർ. അതായത് എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പരസ്പരം റിക്വസ്റ്റ് കൊടുക്കുക, എന്നിട്ട് അത് കിട്ടി എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് സിഗ്നൽ പരസ്പരം കൈമാറുന്നതിനെയാണ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത്. പോർട്ട് എ ആൻഡ് പോർട്ട് ബി പിൻസ് ആർ യൂസ്ഡ് ഫോർ ഡാറ്റ ട്രാൻസ്ഫർ. നമ്മൾ പോർട്ട് എയും അതുപോലെ തന്നെ പോർട്ട് ബിയും ആണ് കോമൺലി ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മോഡ് 2 എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ ബസ്സാണ്. ബൈ ഡയറക്ഷണൽ മോഡ് ഓൺലി ഗ്രൂപ്പ് എ ക്യാൻ യൂസ് ദിസ് മോഡ്. അതായത് ഗ്രൂപ്പ് എ ആണ് ബൈ ഡയറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹിയർ പോർട്ട് എ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ആസ് വെൽ ആസ് റിസീവിങ് ഡാറ്റ. പോർട്ട് എ നമ്മൾ ബൈ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു, അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ അങ്ങോട്ടും പാസ് ചെയ്യാം, അതുപോലെ തന്നെ അവിടേക്ക് റിസീവും ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിറ്റിങ്ങും റിസീവിങ്ങും പോർട്ട് എയിൽ തന്നെയാണ് നടക്കുന്നത്. സോ അതിനെ ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നു. അതാണ് മോഡ് 2. ക്ലിയർ ആണല്ലോ. ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് ഹൈപ്പർ ത്രെഡിങ് ഓഫ് മൈക്രോ പ്രോസസ്സർ. ഇതിലെന്താണ് പറയുന്നത്, ഹൈപ്പർ ത്രെഡിങ് പ്രോസസ്സേഴ്സിൽ 2 പ്രോസസ്സേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. ഇൻറ്റൽ 1A32 പ്രോസസ്സർ ആർക്കിടെക്ചറിലൊക്കെ ഇതുപോലെയുള്ള എന്താണ് രണ്ട് സെപ്പറേറ്റ് പ്രോസസ്സേഴ്സ് ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉള്ളത്. ഇതിലെന്താണ് നമുക്ക് ഫാസ്റ്റായിട്ട്, അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സർ ചെയ്യുന്ന ടാസ്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഹൈപ്പർ ത്രെഡിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഇപ്പോൾ സാധാരണ നമ്മുടെ വിൻഡോസ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ എന്താണ്, അവരിപ്പോൾ ഒരു എന്തെങ്കിലും വർക്ക് ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ആ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഫാസ്റ്ററായിട്ട് എന്ത് ചെയ്യാം. അതിനെയാണ് സിമ്മട്രിക് മൾട്ടി പ്രോസസ്സിംഗ് ഓർ SMP എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ പറയുന്നത് with a hyper-threading microprocessor core, processor can execute 2 concurrent streams of instructions. അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടാകുമ്പോൾ എന്താണ്, നമുക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ ഫാസ്റ്ററായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹൈപ്പർ ത്രെഡിങ്. നിങ്ങൾ മനസ്സിലാക്കി. ഇത് നിങ്ങൾ ഓരോ പോയിൻ്റ് വൈസ് ആയിട്ട് എഴുതിയാൽ മതി. ചിലപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ട്രൈ ടു റൈറ്റ് ആസ് പോയിൻ്റ് വൈസ്. ദെൻ ഓക്കെ, ഇത്രയാണ് നമ്മുടെ മൊഡ്യൂളിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഓൾ റൈറ്റ്, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.